السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الصلاة والسلام على من لا نبي بعده صلى الله عليه وسلم تسليما كثيرا إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ബഹുമാന്യരായ സംഘടനാ സാരഥികൾ, പണ്ഡിതന്മാർ, സദസ്സിലെ ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, മലപ്പുറം ജില്ലയെ പ്രവർത്തന സൗകര്യാർത്ഥമാണ് രണ്ട് ഭാഗമായി തിരിച്ചിരിക്കുന്നത്. അത് ഈസ്റ്റ് എന്നും വെസ്റ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതിലെ വെസ്റ്റ് ജില്ലയിൽ യൂണിവേഴ്സിറ്റി മുതൽ പാവുട്ടപ്പുറം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 6 സ്ഥലങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചരിത്ര സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചരിത്ര സമ്മേളനം കഴിഞ്ഞ 9-ാം തീയതി മർഹൂം സെയ്ദ് മൗലവിയുടെ നാട്ടിൽ രംഗത്താണിയിൽ നടന്നു. രണ്ടാമത്തേത് തിരുരങ്ങാടിയിൽ കഴിഞ്ഞയാഴ്ച 16-ാം തീയതി KM മൗലവിയുടെയും MK ഹാജിയുടെയും ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും MCC സഹോദരന്മാരുടെയും എല്ലാം ത്യാഗപൂർണമായ സംഭാവനകളും ജീവിതവും ഒരാവർത്തി കൂടി വായിക്കുന്ന സമ്മേളനം നടന്നു. ഇത് 3-ാമത്തെ സമ്മേളനമാണ്. ഇൻഷാ അല്ലാഹ് 29-ാം തീയതി നവോത്ഥാനത്തിന്റെ ധീരശബ്ദം വെട്ടം അബ്ദുള്ള ഹാജിയുടെ ചരിത്രം അനുസ്മരിക്കുന്ന ആ ജീവിത വഴികളെ ഒരിക്കൽ കൂടി പഠനവിധേയമാക്കുന്ന സമ്മേളനം വെട്ടത്ത് നടക്കാനിരിക്കുകയാണ്. നവംബർ 6-ന് കാൽ നൂറ്റാണ്ടുകാലം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ദിഷണാപരമായ നേതൃപരമായ ദിശാബോധം നൽകിയ KP മുഹമ്മദ് മൗലവിയുടെ ചരിത്രം വളവന്നൂരിലെ കടുങ്ങാത്തുകുണ്ടിൽ നടക്കാനിരിക്കുന്നു. അവസാനത്തെ ചരിത്ര സമ്മേളനം ഇൻഷാ അല്ലാഹ് 20-ാം തീയതി കോട്ടക്കൽ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പറപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയാണ് അവിടുത്തെ ചരിത്ര പുരുഷൻ. ഇന്ന് രാവിലെ അതിന്റെ ഒരു സ്വാഗത സംഘ യോഗമുണ്ടായിരുന്നു. ആ നാട്ടുകാർ ആ സമ്മേളനം ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഒരു ദിവസം പോരാന്ന്. ആ സമ്മേളനം അവർ 2 ദിവസമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന സംഘടനകളിലെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കന്മാർ അതിൽ സംബന്ധിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു അജണ്ടയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആദർശവും ചരിത്രവും മുൻകാലങ്ങളിൽ മുമ്പേ നടന്ന നായകന്മാരും അനിവാര്യമായും ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ്. തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ഈ പ്രസ്ഥാനത്തെയും ആദർശത്തെയും വികലമായി ചിത്രീകരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അനിവാര്യമായും നമ്മൾ നടപ്പിൽ വരുത്തേണ്ടുന്ന
ഒരു അജണ്ടയാണിത് എന്ന തിരിച്ചറിവാണ് ഈ സമ്മേളനങ്ങളുടെ പ്രചോദനമായി നമുക്കുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് വെളിയങ്കോട്ടുള്ള ഈ ചരിത്രമാകുന്ന ചരിത്ര സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം, സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ പ്രവർത്തകർക്കും സഹകരിച്ച എല്ലാവർക്കും അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നമ്മുടെ പ്രതീക്ഷ. പുനർവായനയാണ് ഇത്, അനുസ്മരണമല്ല. അനുസ്മരണം എന്നതല്ല, ചരിത്രത്തിന്റെ പുനർവായനയാണ്. വളർന്നു വരുന്ന തലമുറ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമ്മേളനങ്ങളിൽ പറയാതെ പോകുന്ന, മറ്റു പ്രദേശങ്ങളിൽ ജീവിച്ചു മരിച്ചുപോയ ഇതിനേക്കാൾ എണ്ണം മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും ഇസ്ലാഹി നായകന്മാരുടെയും കഥ പറയുവാൻ നമുക്കുണ്ട്. പക്ഷെ എല്ലാം ഇവിടെ പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഈ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചരിത്രത്തിന്റെ ഈ പുനർവായന നടക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്. സലഫുകൾ എന്ന പദം, സലഫി എന്ന പദം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്ന പേരിലും ഈ കേരളക്കരയിൽ അറിയപ്പെടുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നടക്കാനിരിക്കുന്ന മുഖ്യ പ്രഭാഷണം, സമാപന പ്രഭാഷണം, നിങ്ങളെല്ലാവരും അക്ഷരം വിടാതെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ആദർശ പ്രസംഗമാണ്. അതിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും. സലഫുകൾ എന്ന് പറഞ്ഞാൽ, സലഫികൾ എന്ന് പറഞ്ഞാൽ അപകടകരമായ ഏതോ ഒരു ഗ്രൂപ്പാണ് എന്ന് പൊതുസമൂഹം ധരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഖൈറുൽ ഖൗലി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സലഫുകൾ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഉത്തമമായ തലമുറ അല്ലെങ്കിൽ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ശരിക്കും തലമുറയാണ്. ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്. പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ആളുകളാണ്, ശേഷം ഉത്തമമായ 3 നൂറ്റാണ്ടു കാലത്ത് ജീവിച്ചു മരിച്ചുപോയ, ലോകത്തിന് തുല്യതയില്ലാത്ത മാതൃകകൾ സമ്മാനിച്ച സമാധാനകാംക്ഷികളായ, സംസ്കൃത ചിത്തരായ ചരിത്ര പുരുഷന്മാരുടെ കാലഘട്ടമാണ് സലഫു സ്വാലിഹകൾ എന്ന. അവരാണ് സലഫുകൾ. അവരുടെ ജീവിത മാതൃക അനുധാവനം ചെയ്യുന്നവരാണ് ഈ വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന ആളുകൾ. പക്ഷേ അതിനെ ആരെങ്കിലുമൊക്കെ ദുരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകരിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചവരാ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ. പ്രവാചകരിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചവർ. ആ സ്വഹാബികളെ കാണുവാനും അവരോട് ചേർന്നിരിക്കുവാനും മതം പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് താബിഈകളായ ആളുകൾ. അവരെ കാണുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും മതത്തെ കൃത്യമായി സ്വാംശീകരിക്കുവാനും ഭാഗ്യം സിദ്ധിച്ച തബഉത്താബിഈകളായ ആളുകൾ, ഉത്തമരായ ആളുകൾ. അവർ ലോകത്തിന് കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അവർ ലോക ചരിത്രത്തിൽ കറ പിടിച്ച ഒരു അധ്യായം തുന്നിച്ചേർത്തിട്ടില്ല. അവരാണ് സലഫു സ്വാലിഹകൾ. ഇത് ഈ സമൂഹം അറിയണം. പക്ഷേ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും മനുഷ്യത്വരഹിതമായ നീക്കങ്ങളുടെയും മുഴുവൻ ഉത്തരവാദിത്വവും ആ സച്ചരിതരായ മനുഷ്യരുടെ പേരിൽ അറിയപ്പെടുന്ന പിൻഗാമികൾക്കോ ആ പേര് സ്വീകരിക്കുന്നവർക്കോ ചാർത്തിക്കൊടുക്കുന്ന
മാധ്യമങ്ങളുടെ നെറികെട്ട ശൈലിയെ നമ്മൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, ISIS. ഈ ISIS എന്ന് പറയുന്നത് എന്ത് ഇസ്ലാം? അതിലെന്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്? അതിൽ ഇസ്ലാമും ഇല്ല, സ്റ്റേറ്റും ഇല്ല. ഇതാദ്യം വിളിച്ചു പറയുവാൻ ധൈര്യമുള്ളവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ. വിശുദ്ധ ഖുർആൻ മാർഗരേഖയായി സ്വീകരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനുധാവനം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് അകാരണമായി ഒരു മനുഷ്യനെ നോവിക്കുവാൻ പോലും കഴിയുകയില്ല. കഴുത്തറുത്ത് കൊല്ലുകയാണ് മനുഷ്യരെ. അത് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. അത് ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ഷൂട്ട് ചെയ്യപ്പെട്ട വീഡിയോകളാണ് എന്ന പഠനമുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഇനി ആരാ ഇത് സ്ഥാപിച്ചതെന്ന് പറയുന്നത്? അബൂബക്കർ അൽ ബാഗ്ദാദി. ആരാ അബൂബക്കർ അൽ ബാഗ്ദാദി? നോക്കൂ നിങ്ങൾ, ഇറാഖ് എന്ന് പറയുന്ന ചരിത്രമുറങ്ങിക്കിടക്കുന്ന സാംസ്കാരിക പൈതൃകമുള്ള പ്രവാചകന്മാരുടെ പാദസ്പർശം കൊണ്ട് ശ്രദ്ധേയമായ ഒരു രാജ്യത്തെ അടിമേൽ മറിച്ച് അവിടുത്തെ ഭരണാധികാരിയെ ഒരു പെരുന്നാളിന്റെ തലേ ദിവസം തൂക്കിക്കൊല്ലുവാൻ കഴിയുന്ന ഒരു പാവ ഗവൺമെന്റിനെ സ്ഥാപിച്ച അമേരിക്കൻ ഭരണകൂടം. ലിബിയ എന്ന് പറയുന്ന നാട്ടിൽ പതിറ്റാണ്ടുകളോളം ഭരണം നടത്തിയ ഗദ്ദാഫിയെ, കേണൽ ഗദ്ദാഫി ഭരിച്ചത് ശരിയാണോ, അയാളുടെ രീതികൾ ശരിയാണോ എന്ന ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹത്തെ പിടികൂടുകയും വളരെ മൃഗീയമായി ഒരു ഹിംസ്ര ജന്തുവിനെ കൊലപ്പെടുത്തുന്നത് പോലെ കൊന്നൊടുക്കുകയും തല്ലിക്കൊല്ലുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത അമേരിക്കൻ ഭരണകൂടം. ആ അമേരിക്കൻ ഭരണകൂടത്തിന് എന്തേ ഇത്രയൊന്നും സന്നാഹമില്ലാത്ത, അധികാരമില്ലാത്ത, ശക്തിയില്ലാത്ത അബൂബക്കർ അൽ ബാഗ്ദാദിയെ പിടിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ചോദിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പല ആളുകളും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഭീകര സംഘടന ലോകത്തിന്റെ വിവിധ കോണുകളിൽ നരമേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകര സംഘടന ഇസ്രായേലിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നില്ല എന്ന ഒരു ചോദ്യമുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ ക്യൂബയുടെ വിമോചക നായകനായ ഫിഡൽ കാസ്ട്രോയുടെ ഒരു ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അമേരിക്കൻ സെനറ്ററായ ജോൺ മെക്കെയിനും ഇസ്രായേലുമാകുന്നു എന്നാണ്. ഇത് പറഞ്ഞത് ലോകത്തെ ഏതെങ്കിലും കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട ആളുകളോ മറ്റേതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ സൗദി അറേബ്യയിലെ ഫത്വയോ അല്ല. ക്യൂബയുടെ വിമോചക നായകൻ ഫിഡൽ കാസ്ട്രോയുടെ വാക്കുകളാണ്. ഇങ്ങനെ ഒരുപാട് അവ്യക്തതകൾ, അങ്ങനെ ഒരു സംഘടനയെ പടച്ചുണ്ടാക്കി അതിനെ മുസ്ലിങ്ങളുടെ മേലിൽ വെച്ച് കെട്ടുന്ന സാമ്രാജ്യത്വത്തിന്റെ സയനിസത്തിന്റെ അജണ്ട തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ശക്തിയും ശേഷിയും അതിനെതിരെ ശബ്ദിക്കുവാനുള്ള ഖണ്ഡങ്ങളും ഇസ്ലാമിക ലോകത്തുണ്ട്. അതിന് മുസ്ലിങ്ങൾക്ക് സാധിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അതേ തുടർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവാരാധന കൃത്യമായി പ്രബോധനം ചെയ്യുന്ന ആളുകളെ ഭയപ്പെടുത്തുവാനും ഭീതിപ്പെടുത്തുവാനും അവരുടെ ശബ്ദങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുവാനും ആരെങ്കിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അധികാരം ഉപയോഗിച്ചും പണിപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയുവാനുള്ള തന്റെ ഇടവും ബുദ്ധിശേഷിയുമൊക്കെ അവർക്കുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക. കഴിഞ്ഞ ദിവസം മുസ്ലിം മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് നെറികെട്ട ഒരു വാർത്തയാണ്. നെറികെട്ട വാർത്ത, സത്യത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാത്ത വാർത്ത. ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, അപ്പൊ ചില ആളുകൾക്ക് പൊള്ളും. എന്താ അവർ പറഞ്ഞത്?
ISIS-മായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും TP അബ്ദുള്ളക്കോയ മുതൽ നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാകുന്നു എന്ന പച്ചനുണ ഒരു മാധ്യമം കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അതിലൂടെ പുറത്തുവിടുവാൻ കാണിച്ച ആ തൊലിക്കെട്ടിയെ നപുംസകങ്ങളെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കെട്ടിയായി പോയി. സത്യമേ പറയാവൂ, മൂല്യബോധമുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. ഞങ്ങൾ മൂല്യത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർക്ക് എങ്ങനെ ഇത്ര നെറികെട്ട ഒരു വാർത്ത പുറത്തുവിടുവാൻ സാധിച്ചു? ഇങ്ങനെ അകത്തുനിന്ന് ശത്രുക്കൾ ഉണ്ടാകുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുന്ന ആളുകൾ. ഇതൊക്കെ തിരിച്ചറിയുവാൻ ചരിത്രബോധമുണ്ട് നമുക്ക് എന്ന് മാത്രമാണ് ആമുഖമായി പറയുവാനുള്ളത്. ഇവിടെ പ്രഭാഷണങ്ങളിലും എഴുത്തിലും സമീപനങ്ങളിലുമൊക്കെ നമുക്ക് യോജിക്കുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. വിവിധ മുസ്ലിം സംഘടനകളിൽ ഒറ്റപ്പെട്ട വ്യക്തികളിൽ ഇവിടെ അറസ്റ്റുകൾ നടക്കുന്നു, കരിനിയമങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ചില ആളുകൾ ഈ ബഹുസ്വരതയും സെക്കുലർ സമൂഹത്തിന്റെ അവസ്ഥയും ഒന്നും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നു. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അറേബ്യൻ നാടുകളിൽ അവിടുത്തെ സാഹചര്യത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ കേരളത്തിന്റെ ഭൂമികയിൽ വന്നുകൊണ്ട് അതേപോലെ വായിക്കുന്നവരോട് നമുക്ക് യോജിപ്പില്ല. ചില ആളുകൾക്ക് അറബിയിൽ എഴുതിയ കിതാബ് കണ്ടാൽ മതി, അത് വായിക്കലാ പണി എല്ലായിടത്തും. മദീനയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാരോട് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാട് കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരോട് സ്വീകരിക്കേണ്ട നിലപാടാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. ആളുകളെ അകറ്റി നിർത്തുവാനോ അവരെ അപമാനിക്കുവാനോ അവരുടെ ജീവന് ഹാനി വരുത്തുവാനോ ഇസ്ലാം ഒരു കാരണവശാലും അനുവാദം നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരാളെ കൊന്നതിന് പകരമല്ലാതെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമല്ലാതെ നിരപരാധിയായ ഒരാളെ കൊലപ്പെടുത്തിയാൽ അവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഉദ്ഘോഷിക്കുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം, അതാണ് കേരളത്തിലെ സലഫി പ്രസ്ഥാനം, അതാണ് മുജാഹിദുകൾ. അതിന് വിരുദ്ധമായി ആര് സംസാരിച്ചാലും ആര് പ്രവർത്തിച്ചാലും അതിനെ പ്രതിരോധിക്കുവാൻ നിൽക്കുന്നവരുടെ മുൻപന്തിയിൽ മുജാഹിദ് പ്രവർത്തകരുണ്ടാകും. ഈ ചരിത്ര സമ്മേളനം ഉദ്ഘോഷിക്കുന്നത് അതാണ്. എല്ലാ ചരിത്ര സമ്മേളനങ്ങളും നമ്മൾ പ്രധാനമായി പറയുന്ന സന്ദേശം അതാണ്. ഒരു തീവ്രവാദ പ്രവർത്തനത്തോടും മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവർത്തനത്തോടും രാജിയാകുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ഇസ്ലാമല്ല, അത് വിശുദ്ധ ഖുർആന്റെ സന്ദേശമല്ല. സമാനമായി മുസ്ലിങ്ങളല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള പ്രഭാഷണങ്ങളോ രചനകളോ പ്രവർത്തനങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അതാത് സമുദായങ്ങളിലും സമൂഹങ്ങളിലും പെട്ട ആളുകൾ ഇതുപോലെ പ്രതികരിക്കുവാൻ തയ്യാറായാൽ ഇവിടെ ഒരു തീവ്രവാദവും ഒരു ഭീകരവാദവും ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, ആറ്റിങ്ങൽ കടലില് ഹിന്ദുമത വിശ്വാസികളായ ആളുകൾക്ക് മീൻ പിടിക്കാൻ അവകാശമില്ല എന്ന് കഴിഞ്ഞ വാരം ഇവിടെ ഒരു ടീച്ചർ പ്രസംഗിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ട്രോൾ വന്നു, ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായി, വലിയ ചർച്ച നടന്നു. അപ്പോഴാണ് മനസ്സിലായത് ആറ്റിങ്ങൽ അങ്ങനെ ഒരു കടൽ തന്നെ ഇല്ല. വടക്കേ തലയിൽ മാത്രമേ ഹിന്ദുവിന് വലയെറിയാൻ അവകാശമുള്ളൂ, തെക്കേ തലയിലേക്ക് അവന് പ്രവേശനമില്ല. അവിടേക്ക് ഒരു ഹിന്ദു പ്രവേശിച്ചാൽ ക്രൈസ്തവരായ ആളുകൾ അവനെ പിടിച്ച് റൂമിൽ അടച്ചിടും എന്ന് വ്യാജം പ്രസംഗിച്ചുകൊണ്ട് ഹിന്ദുമത വിശ്വാസികളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്ന ആളുകൾ ഹിന്ദുമതത്തിന്റെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഹിന്ദുമത വിശ്വാസികൾ തയ്യാറാവണം. അവിടെയാണ് സമാധാനം ഉണ്ടാവുക, അവിടെയാണ് ഭീകരർ നിഷ്കാസനം ചെയ്യപ്പെടുക. നോക്കൂ നിങ്ങൾ, ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇർഷാദ് പ്രസംഗിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ കന്നഡയിലെ സാഹിത്യകാരനായിരുന്ന ഡോക്ടർ MM കുൽബർഗി കൊല്ലപ്പെട്ടു. ആരായിരുന്നു കുൽബർഗി?
കർണാടകയിലെ മുൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന കുൽബർഗിയെ 2015 ഓഗസ്റ്റ് 30 രണ്ടാളുകൾ വന്നിട്ട് വെടിവെച്ചു കൊന്നു. എവിടെന്നാ വെടിവെച്ചു കൊന്നത്? വീട്ടിലിങ്ങനെ രാവിലെ കുടുംബത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന, പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ആ സമൂഹത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിച്ചു. വിഗ്രഹാരാധനയോട് അദ്ദേഹത്തിനുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു. അതിന് വെടിവെച്ചു കൊന്നു. പിന്നീട് ആരാണ് അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. അത് മുസ്ലിങ്ങളായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആരായിരിക്കുമെന്ന്. നരേന്ദ്ര ദബോൽക്കർ, സാമൂഹ്യ പ്രവർത്തകനായിരുന്ന, യുക്തിവാദിയായിരുന്ന ദബോൽക്കറെ 2013 ഓഗസ്റ്റ് 20 പൂനെയിലെ, അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും. പൂനെയിലൂടെ അദ്ദേഹം പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുക മഹാരാഷ്ട്രയിലെ നരേന്ദ്ര ദബോൽക്കറെ വെടിവെച്ചു വന്നു. ഒക്കെ വെടിയാ. എന്താ അദ്ദേഹം ചെയ്തിട്ട്? അവിടുത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ദുർമന്ത്രവാദത്തിനെതിരെ, ആ നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു. അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്ന, യുക്തിവാദിയായിരുന്ന അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന ആളുകളെ പിന്നീട് പിടിക്കപ്പെട്ടു. അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടത് ഹിന്ദു ജനജാഗൃതി സമിതിയുടെ പ്രവർത്തകനായിരുന്ന വീരേന്ദ്ര താവ്ഡെ എന്ന് പറയുന്ന ആളെയാണ്. മുസ്ലിങ്ങളായിരുന്നില്ല. ഇത് തീവ്രവാദമാണോ? ഇത് സമാധാനമാണോ? ഗോവിന്ദ് പൻസാരെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനും ഗ്രന്ഥകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ബുദ്ധിജീവിയുമായിരുന്ന ഗോവിന്ദ് പൻസാരെ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശിവജിയെ കുറിച്ച് ഹൂ വാസ് ശിവജി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ശിവജി ആരായിരുന്നു? ആ പുസ്തകം അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദ ചിന്താഗതിക്കാരായ ആളുകളെ പ്രകോപിപ്പിച്ചു. അവർ അദ്ദേഹത്തിന് വധഭീഷണി മുഴക്കി. മഹാരാഷ്ട്രയിലെ അറിയപ്പെടുന്ന ആ രാഷ്ട്രീയ പ്രവർത്തകനെ 2015 ഫെബ്രുവരി 16 അദ്ദേഹം കുടുംബസമേതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെയും ഭാര്യയെയും കുടുംബത്തെയും ആളുകൾ വെടിവെച്ചു വന്നു. അപ്പൊ മരിച്ചില്ല. അദ്ദേഹം പിന്നെ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. 7 മാസം കഴിഞ്ഞ് സനാതൻ സംസ്ഥ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തകർ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മുസ്ലിങ്ങളായിരുന്നില്ല. എന്തുകൊണ്ട് ഈ വാർത്തകൾ നമ്മുടെ ന്യൂസ് ഹവറുകളിൽ ചർച്ചയ്ക്ക് വരുന്നില്ല? എന്തുകൊണ്ട് ഈ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ ചർവണത്തിന് വരുന്നില്ല? ഇവിടെയാണ് യഥാർത്ഥമായ ഭീകരവാദത്തെ തലോടുകയും ഇല്ലാത്ത ഭീകരവാദത്തെ മുസ്ലിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മണിക്കൂറുകൾ നീണ്ടുകൊണ്ട് ഇസ്ലാമികമായ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നതാരാ? മുസ്ലിം പേരുള്ള നിരീശ്വരവാദികളായ ആളുകൾ. കേരളത്തിൽ എത്ര ഇസ്ലാമിക സംഘടനകളുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദ് പ്രസ്ഥാനമുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്, സമസ്തയുണ്ട്. ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെ പലപ്പോഴും ഒരു ചർച്ചയിലും പങ്കെടുപ്പിക്കാറില്ല. ഈ മാധ്യമ പിമ്പുകളുടെ, മാധ്യമ മുത്തശ്ശിമാരുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണമെന്ന് ഈ ചരിത്ര സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു കടന്നാക്രമണമാണ്. ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. വിശിഷ്യ കേരളത്തിലെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ വിധ്വംസക പ്രവർത്തനത്തിന്റെ, ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഒരു ലാഞ്ചന ചരിത്രത്തിന്റെ ഒരു വരിയിലും രേഖപ്പെട്ട് കിടക്കുന്നത് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ചിന്ത ഉയർന്നു വന്നപ്പോൾ 1990കളുടെ തുടക്കത്തിൽ മതം തീവ്രവാദത്തിനെതിരെ എന്ന മനോഹരമായ ഒരു ക്യാമ്പയിൻ നടത്തി കേരളത്തിന്റെ മുക്കുമൂലകളിൽ തീവ്രവാദത്തിന്റെ ബീജാണുവെ തല്ലിച്ചതച്ച് അതിനെ ഇല്ലാതാക്കിയ പ്രസ്ഥാനമാണിത്. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഭാരതത്തിന്റെ അഭിമാനമായ
ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ അതൊരു ചരിത്ര ഗോപുരം കൂടിയാണ്. പാലക്കാട് കോട്ട മൈതാനിയിൽ മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ച സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ബ്യൂറോക്ക്. സമ്മേളനത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ഇവിടുത്തെ നല്ലവരായ ഈ പ്രസ്ഥാനം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല, ഈ പ്രസ്ഥാനം തീവ്രവാദത്തെ ചെറുക്കുന്ന പ്രസ്ഥാനമാണ് എന്നറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നിർലോഭമായ സഹകരണവും ഇടപെടലും കൊണ്ട് ആ സമ്മേളനം ഭംഗിയായി നടന്നു. ഹൈന്ദവരായ സഹോദരന്മാർ തിങ്ങിത്താമസിക്കുന്ന പാലക്കാട് കോട്ട മൈതാനിയുടെ പ്രദേശത്ത് വളണ്ടിയർമാരുടെ ഒരു ശാസന പോലുമില്ലാതെ മനോഹരമായ ഒരു സമ്മേളനം നടത്തുകയും അതിനുവേണ്ടി ആ സമ്മേളനത്തിന്റെ പ്രമേയം പോലും മാറ്റുകയും ചെയ്തു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരുന്നു പ്രമേയം. നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചു അത് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്, അത് തൗഹീദ. തൽക്കാലം ആ സ്ലോഗൻ മാറ്റിവെച്ചു, മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നാക്കി. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇന്നങ്ങനെ മാറ്റിയാൽ ചിലപ്പോ ചില ആദർശ വ്യതിയാനെന്ന് പറയാൻ സാധ്യതയുണ്ട്. അന്നത് പറഞ്ഞിട്ടില്ല. അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബുണ്ട്, KP മുഹമ്മദ് മൗലവിയുണ്ട്, പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഈ സമൂഹത്തിന് വെളിച്ചം കാണിച്ചു, ഈ സമൂഹത്തിന് വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. 960 പാലക്കാട്ടുള്ള KP മുഹമ്മദ് എന്ന് പറയുന്ന ധനാഢ്യനായ മനുഷ്യൻ K മൗലവിക്ക് ഒരു കത്ത് എഴുതി. എന്താ കത്തിലെ ഉള്ളടക്കം? ജനങ്ങൾക്ക് ഖുർആൻ പഠിക്കണം, അതിന് വളരെ മനോഹരമായ ഒരു തഫ്സീർ ഉണ്ടാകണം, സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാം. ആ കത്ത് വായിച്ചുകൊണ്ട് K മൗലവി അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യമായി തെളിഞ്ഞു വന്ന രൂപം മർഹൂം മുഹമ്മദ് അമാനി മൗലവിയാണ്. 960 ആ തഫ്സീറിന്റെ രചന ആരംഭിച്ചു. 25 വർഷക്കാലം ഒരു തപസ്സു പോലെ ഒരു പുരുഷായുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ വിശുദ്ധ ഖുർആന്റെ ഗഹനമായ പരിഭാഷ എഴുതി ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ജീവിതം മുഴുവൻ വിനിയോഗിച്ച ത്യാഗിവര്യനായ മർഹൂം അമാനി മൗലവിയുടെ പ്രസ്ഥാനമാണിത്. തുടക്കത്തിൽ അലവി മൗലവി കൂടെ ഉണ്ടായിരുന്നു. അലവി മൗലവി എടവണ്ണയിലുള്ള PK മൂസ മൗലവി ഉണ്ടായിരുന്നു. പക്ഷേ തഫ്സീർ രചന ഇങ്ങനെ ആരംഭിച്ച് അധികം താമസിക്കാതെ ആ 2 സഹപ്രവർത്തകരും ജീവിതത്തിന്റെ പടിയിറങ്ങിപ്പോയി. നമ്മുടെ ഈ ചരിത്ര സമ്മേളനങ്ങളിൽ അമാനി മൗലവി അനിവാര്യമായും അനുസ്മരിക്കപ്പെടണം ഒരു സ്ഥലത്തെങ്കിലും എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞാൽ അമാനി മൗലവി പേന പിടിച്ചുകൊണ്ട് അന്തിച്ചു നിന്നു. 2 പേര് മരിച്ചുപോയി. അമാനി മൗലവി ഒറ്റക്കായി. ത്യാഗമാണത്, ചരിത്രമാണത്. ആ തഫ്സീർ പിന്നീടുള്ള കൊല്ലം മുഴുവൻ ഇരുന്നു കൊണ്ട് അമാനി മൗലവി ഒറ്റക്ക് പൂർത്തിയാക്കി. 25 വർഷം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. പ്രസ്സിൽ പോകാനും പ്രൂഫ് നോക്കാനും കത്തുകൾ അയക്കാനും എഴുതുവാനും ഗ്രന്ഥങ്ങൾ വരുത്തുവാനും ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളില്ല, ഇന്റർനെറ്റ് ഇല്ല, ഓൺലൈൻ സംവിധാനമില്ല, മക്തബു ഷാമിലയില്ല. പക്ഷേ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് നോക്കൂ. ആധുനികമായ വിഷയങ്ങളുടെ മുഴുവൻ ഗണനം, വിശദീകരണം ലോകത്തുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ. ഞാനൊരു 8-9 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ജിദ്ദയിൽ മാത്രം നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ മാത്രം ഒരാഴ്ചയിൽ 25 ഖുർആൻ ലേണിംഗ് ക്ലാസ്സാണ്. അവിടെ വേറെയും ഇസ്ലാഹി സെന്ററുകളുണ്ട്. ആ മഹാനഗരത്തിൽ ആളുകൾ പഠിക്കുക. ലക്ഷക്കണക്കിന് മലയാളികൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അവരുടെ അന്ധവിശ്വാസങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞത് അമാനി തഫ്സീറിന്റെ തീരത്തിരുന്നു കൊണ്ടാ. വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് അവർക്ക് ഊളിയിട്ട് പോകുവാൻ സാധിച്ചത് അമാനി തഫ്സീറിന്റെ വരികളിലൂടെ വിരലോടിച്ചുകൊണ്ടാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശുദ്ധമായ തൗഹീദിലേക്കും വിശ്വാസത്തിലേക്കും സംസ്കാരത്തിലേക്കും ചിന്തയിലേക്കും കേരളത്തിലെ ബഹുജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് ആ തഫ്സീറ. അത് ഈ പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ്. അമാനി മൗലവി എഴുതി, ഇതുപോലെ ഒരു മൈക്കിന് മുമ്പിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല, ഇതുപോലെ ഒരു വസ്ത്രം ധരിക്കുവാൻ സാധിച്ചിട്ടില്ല,
ഇതുപോലെ ഒരു വെളിച്ചമുണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വാണിയമ്പലം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് ലോകം കണ്ട മഹാപണ്ഡിതനായിരുന്നു അമാനി മൗലവി. രാത്രി ഉറക്കു വരും. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ മുമ്പിൽ ഞാൻ കുറെ ചെറുപ്പക്കാരികളെ കാണുന്നു. നമ്മുടെ അലമാരയിൽ തടിച്ച നാളുവാല്യമായി അമാനി മൗലവിയുടെ തഫ്സീർ ഇരിക്കുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഈ ചരിത്രം പറയണം. അതൊരു പുരുഷായുസിന്റെ വിയർപ്പാണ്, അധ്വാനമാണ്. രാത്രി ഉറക്കു വരും. തറയിൽ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ വെള്ളം നിറച്ച് അതിൽ കാലിറക്കി വെച്ചുകൊണ്ടാണ് അമാനി മൗലവി തഫ്സീർ എഴുതിയിരുന്നത്. സാധാരണക്കാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ തായുമ്മ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കും. 985 ആ തഫ്സീറിന്റെ മുഴുവൻ വാല്യങ്ങളും എഴുതി പൂർത്തിയാക്കി. കേരള നദവത്തുൽ മുജാഹിദീൻ അത് പ്രസിദ്ധീകരിച്ചു. അത് കണ്ണു നിറയെ കണ്ട് 1987 അമാനി മൗലവി എന്ന് പറയുന്ന മഹാജീവിതം യാത്ര പറഞ്ഞത്. അതൊരു സംഭാവനയാണ്. മുജാഹിദുകളല്ലാത്ത ആളുകൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിമർശകരായ ആളുകളുടെ അലമാരകളിൽ നിങ്ങൾക്ക് ആ തഫ്സീറുകൾ കാണാൻ കഴിയും. ആ വാള്യങ്ങൾ കേരളക്കരയിൽ അറിയപ്പെടുന്ന എല്ലാ പ്രഭാഷകന്മാരുടെയും എഴുത്തുകാരുടെയും ഗ്രന്ഥശേഖരങ്ങളിൽ അമാനി തഫ്സീർ കാണുവാൻ കഴിയും. അതിലൊരു വരി തീവ്രവാദത്തിന്റെ ശകലമായി കാണിച്ചു തരാൻ കഴിയുന്നവരുണ്ടോ എന്ന് ഈ ചരിത്ര സമ്മേളനം വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രഭാഷകന്മാർ, ആയിരക്കണക്കിന് അധ്യാപകർ, ആയിരക്കണക്കിന് നേതാക്കൾ, പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെ മഹനീയമായ സന്ദേശം ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ തഫ്സീറിനെ ആസ്വദിച്ചുകൊണ്ടാണ്. ഏത് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർക്കും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും തീവ്രവാദ ചിന്തയുണ്ടെങ്കിൽ അമാനി തഫ്സീർ വായിച്ചാൽ അതിൽ നിന്ന് കിട്ടും. പഠിക്കട്ടെ. അല്ലാതെ നെറികെട്ട ഇവിടുത്തെ മാധ്യമങ്ങൾ വിളമ്പുന്ന, രാത്രിയിൽ അവർ ഛർദിക്കുന്ന കെട്ട വർത്തമാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആരും മാർക്കിടരുത് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയിൽ, ഒരു ഭാരവാഹി എന്ന നിലയിൽ ബോധത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമ ചർച്ചയിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് കവി പറഞ്ഞതുകൊണ്ടാണ്. കഴുകൻ മുഖങ്ങൾ ഇരുട്ടില, കഴുകന്റെ മുഖങ്ങൾ പുറത്തു വരുന്നില്ല. ഇരതൻ മുഖങ്ങൾ വെളിച്ചത്തിലും മാധ്യമ തിരമത്സരങ്ങളിൽ നിറയുന്ന സന്ധ്യകൾ. അതാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. ഈ ചർച്ചകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആർജവത്തെ ഊതിക്കെടുത്തുവാൻ സാധിക്കുക. ഇതൊരു ചിന്താ പ്രസ്ഥാനമാണ്, ഇതൊരു സംസ്കരണ പ്രസ്ഥാനമാണ്, ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കാര്യാലയം കോഴിക്കോട് മർക്കസുദ്ദഅവയാണ്. ആ മർക്കസുദ്ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ ഏറ്റവും പുതിയ പ്രവർത്തനം എന്തെന്നറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്ത്, ആ ക്യാമ്പസിനോട് ചേർന്ന്, കോമ്പൗണ്ടിനോട് ചേർന്ന് ക്യാൻസർ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും വൃക്കരോഗികൾക്കും സൗജന്യമായി താമസിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കോടികൾ വില വരുന്ന മഹനീയമായ ഒരു കെട്ടിടം അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന പ്രസ്ഥാനം. അതാണ് ചരിത്രം സഹോദരങ്ങളെ. അതാരെയും ഇസ്ലാമിലേക്ക് നിർബന്ധ മതപരിവർത്തനം നടത്തുവാനുള്ള പ്രസ്ഥാനമല്ല. മതത്തിൽ ബലാത്കാരമില്ല. സത്യവും അസത്യവും വെളിവായിരിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് വിയോജിക്കാം. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം, അതാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സമാധാനപരമായാണോ ഇസ്ലാമിനെ ആളുകളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്,
അതേ രീതി സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായി 70-ൽ പരം യുദ്ധമോ യുദ്ധസന്നാഹങ്ങളോ നടത്തിയതിൽ ആകപ്പാടെ കൊല്ലപ്പെട്ട ആളുകൾ 1050 ആളുകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൊല്ലാനുള്ള സാധനമാണെന്ന് ചരിത്രം നിങ്ങളോട് സമ്മതിക്കുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മക്കയിലും മദീനയുമായി ഇസ്ലാം അതിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ പടർന്നു പന്തലിച്ചത് റോമിലേക്കും പേർഷ്യയിലേക്കും സ്പെയിനിലേക്കും അത് വ്യാപിച്ചത് ചരിത്രമാണ്. ഹിസ്റ്റോറിക് പീരീഡാ അത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ല. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക് പീരീഡ്, the rise and spread of Islam. ലോക ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയുന്ന അധ്യായം. അതിൽ ഇസ്ലാമിലെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും പ്രതിരോധങ്ങളിലും ആകപ്പാടെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ശത്രുപക്ഷത്തു നിന്നും കൂടെ ആകെ കൊല്ലപ്പെട്ടത് 1050 ആളുകൾ. 750 ആളുകൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും 300-ൽ താഴെ ആളുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും. ചരിത്രമാണ്. അത് പറയാനാണ് ചരിത്ര സമ്മേളനം. ഇസ്ലാം ഭീകരവാദമല്ല, തീവ്രവാദമല്ല, മനുഷ്യത്വ വിരുദ്ധമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സമർപ്പണമാണത്. അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കുലദൈവമല്ല, അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ. അള്ളാഹു എന്നതിന് മലയാളത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷാൽ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല മനുഷ്യർക്കുമുള്ള പ്രവാചകൻ. ഇന്ന ഹാദൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മനുഷ്യ സമൂഹത്തിനുള്ള മാർഗരേഖ. ഇതാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പരിപാവനമായ പാത വിശ്വസിക്കുവാനും ആചരിക്കുവാനും ചർച്ച ചെയ്യുവാനും സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലനിൽക്കണം. അതിന് മുസ്ലിങ്ങളിൽപ്പെട്ട വികാരജീവികളായ ആളുകൾ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുവാൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വരണം. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട്. സമാധാനപരമായി ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കുവാനും അവരുടെ വിശ്വാസമനുസരിച്ച് മുന്നോട്ട് പോകുവാനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഈ ചരിത്ര സമ്മേളനങ്ങളിൽ നമ്മുടെ പ്രത്യാശ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുവാൻ, സമാധാനത്തോടുകൂടി അവനവന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ മുസ്ലിം അല്ല. അയൽവാസി യഹൂദനാകാം, ക്രൈസ്തവനാകാം, ഹൈന്ദവനാകാം, മതമുള്ളവനാകാം, മതമില്ലാത്തവനാകാം, പ്രശ്നമില്ല. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആരായിരുന്നാലും, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്ര സമ്മേളനങ്ങളുടെ തുടർച്ചയുണ്ടാകണം സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ഒരു സവനീർ പ്രകാശനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു സ്മരണിക. ആ സ്മരണിക വരും കാലങ്ങളിൽ വരും തലമുറക്ക് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ആവേശമായി തീരണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.